Hi friends, welcome to my channel, Charu's Kitchen. ഇന്ന് നമ്മളൊരു അൽഫാം ഉണ്ടാക്കുന്നത്. അത് നമ്മള് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതിൽ കുക്കിങ്ങിൽ അൽഫാം കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ അവരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അൽഫാം ഇതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കൂടുമ്പോ അൽഫാം, ഗ്രിൽഡ് ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമ്മൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അൽഫാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അൽഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മള് 2 കോഴി എടുത്തിട്ടുണ്ട്. കോഴിയുടെ 4ആയിട്ട്, അതായത് ഒരു കോഴി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് 8 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അതിനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ട്, ഒന്നുകിൽ നമുക്ക് ഇടികല്ല് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി കല്ല് വെച്ചിട്ട്, ചപ്പാത്തി കുഴവി ഉണ്ടാവുക അത് വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല ഇപ്പോൾ സ്മൂത്തായില്ലേ, അപ്പോൾ ആ രീതിയിൽ കിട്ടിയിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുത്ത് കഴുകി ഒരു കുറച്ച് നേരം വെള്ളം തോരാനായിട്ട് വെക്കുക. എന്നിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. വരഞ്ഞെടുത്തത് വേറെ ഒന്നിനുമല്ല, നമുക്ക് അതിലേക്ക് ഉള്ളിലോട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അരപ്പൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താ പറയുക, പച്ച കളറിലെ അരപ്പാണ്. അതായത് ഒരു നമ്മുടെ ഒരു കൈപ്പിടി നിറച്ച്, അതായത് ഒരു കപ്പോളം ഞാൻ മല്ലിയില, പുതിനയില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് അത് ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ അത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു 8 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ വലിയ പീസാണ്, അപ്പോൾ അതിലോട്ട് പിടിക്കാൻ വേണ്ടി ഒരു 8 പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത്, കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത്രയാണ് നമ്മൾ. ഇതിന് കൂടെ ഞാൻ വേറൊന്നും കൂടെ പറയട്ടെ. ഇതിനുള്ളിൽ ഞാൻ പെരിഞ്ജീരകം ഒരു വലിയൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകവും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ, വെള്ളം ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഈ പേസ്റ്റ് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ നാരങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നാരങ്ങ നീര് 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്യണേ. സാധാ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യണില്ല, കാരണം നല്ല എരിവുണ്ടാവും. പച്ചമുളകാണ് ഞാനിവിടെ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കണേ. ഒരു 3 ടേബിൾ സ്പൂണോളം. 3 ടേബിൾ സ്പൂണും ഇട്ട് കഴിഞ്ഞു. ഒരു 3 ടേബിൾ സ്പൂൺ കബാബ് മസാല, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ മസാല വാങ്ങിക്കാൻ കിട്ടും, അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. 3 ടേബിൾ സ്പൂണും അതും 3 ടേബിൾ സ്പൂണുണ്ട്. നമുക്കൊരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഈ കബാബിൻ്റെ മസാലയിൽ നമുക്ക് ഗരം മസാലയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഉള്ളത്, ഞാൻ അരച്ചപ്പോൾ നമ്മൾ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ 1 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യണുള്ളൂ. ഇത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു തവിയിൽ നിറയെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, കാരണം വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരരപ്പ് ശരിക്കും വെള്ളമായി മാറും, പിടിക്കില്ല. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഈ ഒരു സ്പൂണിന് നിറച്ചൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അരപ്പ് പരട്ടാം. നമുക്കിതിനി അങ്ങോട്ട് മാറ്റാം. ഇനി എല്ലാം നമുക്ക് അതുപോലെ അങ്ങനെ ആക്കിയെടുക്കാം.
എല്ലാത്തിലും നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുരട്ടി വെക്കുക ഉള്ളിലേക്ക്. നമ്മൾ ഓരോ കട്ടിങ്ങിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ, അതായത് 4 മണിക്കൂർ, എന്തോരം നേരം ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറേ സമയം ഇരുന്നാലും കുഴപ്പം, 4 മണിക്കൂറിൽ കൂടുതൽ നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പം 4 മണിക്കൂർ വെക്കാം. അത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതിയോ, ഫ്രീസറിൽ വെക്കരുത്. പിന്നെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ചിക്കൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പം എനിക്ക് ഈ തൊലിയോട് കൂടി കിട്ടിയില്ല. തൊലിയോട് കൂടി കിട്ടുകയാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം എനിക്കത് അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം അത് നല്ല നെയ്യായിരിക്കും. അപ്പം അത് ഇറങ്ങി ചെല്ലും അതിലേക്ക്, ആ നെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഹായ്, അപ്പോ ഇന്ന് നമുക്ക് അൽഫാമിനായിട്ട് കനല് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിറകും കനലും ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് കനലാക്കി എടുക്കാൻ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അൽഫാമിന് വേണ്ടി. ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളിവിടെ അൽഫാം റെഡിയാക്കുന്നത്. ഇതെന്റെ ചേട്ടൻ ചെയ്തു തന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കനലാവട്ടെ അല്ലേ. നമ്മൾ 4 മണിക്കൂറും വെച്ച അൽഫാമിന്റെ ചിക്കനാണ്. അപ്പൊ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമുക്ക് ഈ ഒരു സാധനം വേണ്ട വരും അൽഫാം ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ നമ്മൾ ഇത് വേണ്ട വരും, ഈ ഒരു ഇത്. അപ്പൊ ഇതിൽ നമുക്ക് എടുത്തു വെക്കാം ഓരോന്നായിട്ട്. രണ്ടെണ്ണം വെക്കാണ്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിവിടെ ഒരു ക്ലിപ്പുണ്ട്, ഈ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ണിലേക്ക് വെക്കാം. നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഒരു സൈഡ് വേവട്ടെ. എന്നിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും. ഇപ്പം ആയിട്ടില്ല. അതെ, തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. ഇപ്പൊ ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ ആയിട്ടുണ്ട്. നമുക്ക് കുക്കൂസ് മയണൈസ് ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ എന്താ പറയാ, എല്ലാവരും കൂടുമ്പോൾ ഇതുപോലെ അൽഫാം ഒക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.